മുഖിയുടെ വീഡിയോ എടുക്കാൻ നടന്ന പരിശ്രമത്തിൻ്റെ ഇടയിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ നോർവിച്ച് പോട്ടറിനെ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല പൗട്ടിംഗ് ഉള്ള, കാഴ്ചയിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബേർഡ്. അപ്പോൾ ആദ്യം അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ നോക്കിയാൽ ശരിക്കും നോർവിച്ച് പോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ എക്സിബിഷനും, ഇപ്പോൾ നടക്കുന്ന എല്ലാ എക്സിബിഷൻസിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ബേർഡാണ്. ഇപ്പോൾ ഇവൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഫീമെയിൽ ബേർഡാണ്. അതിന് തന്നെ അത്യാവശ്യം നല്ല പൗട്ടിങ്, അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ടാകും. ഡയറക്റ്റ് കാണുമ്പോൾ നല്ല വ്യത്യാസമുള്ള നല്ല പൗട്ടിംഗ് ഉള്ള ബേർഡാണ്. ഇത് ഫീമെയിലാണ്. അപ്പോൾ മെയിലിന് ഇതിനേക്കാളും പൗട്ടിംഗ് ഉണ്ടാകും. ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, വളരെ ലവ്വിങ് ആയിട്ടുള്ളൊരു പെരുമാറ്റമാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നേച്ചറാണ് നോർവിച്ച് പോട്ടറിന്. കാണാനുള്ള സൗന്ദര്യത്തിനോട് കൂടെ ഈ പറയുന്ന ഇവരുടെ പെരുമാറ്റം കൂടെ ആകുമ്പോൾ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നൊരു ബേർഡാണ്. നല്ല രീതിയിൽ പൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പൗട്ട് ചെയ്യുന്നത് ഒരുപാട് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി നോർവിച്ച് പോട്ടറിനുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് പൗട്ട് ചെയ്യാം. ആ പൗട്ട് ചെയ്യുന്നതെല്ലാം കുറേയധികം നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നോർവിച്ച് പോട്ടറിനുണ്ട്. പിന്നെ മീഡിയം മുതൽ ഒരു ലാർജ് സൈസിലായിരിക്കും സാധാരണ പ്രാവ് വരിക. ഇതിൻ്റെ ഒരു വെയിറ്റ് സാധാരണഗതിയിൽ ഒരു ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ 425 ഗ്രാം മുതൽ 455 ഗ്രാം വരെയാണ് വരിക. അതായത് ഏകദേശം ഒരു 1/2 കിലോയിൽ താഴെയായിരിക്കും ഇതിൻ്റെ വെയിറ്റ്. എല്ലാ ക്ലൈമറ്റ് കണ്ടീഷൻസിലും ഇവർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു കഴിവുണ്ട്. അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ബേർഡാണ്. അങ്ങനെ എല്ലാ എക്സിബിഷൻസിലും കാണുകയും ചെയ്യും. എല്ലായിടത്തും തന്നെ വളരെ ഫ്രീ ആയിട്ട്, വളരെ സുഖമായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് പോകാവുന്ന ഒരു ബേർഡാണ് നോർവിച്ച് പോട്ടർ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലൈയിങ് എബിലിറ്റി ഉള്ള ബേർഡാണ്. എന്ന് വെച്ചാൽ പറക്കുന്നതിനും കാര്യങ്ങൾക്കൊന്നും ഇതിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ഇംഗ്ലണ്ടാണ് ഇതിൻ്റെ ഒറിജിനെങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ ക്ലൈമറ്റ് കണ്ടീഷൻസിലും നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് നോർവിച്ച് പോട്ടറിനുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ബേർഡാണ് നോർവിച്ച് പോട്ടർ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ബേർഡിനെ മൊത്തത്തിൽ നോക്കിയാൽ ഇവരുടെ തലയെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇവരുടെ ഒരു സൈസിന് പറ്റുന്ന രീതിയിലല്ല തല വന്നിരിക്കുന്നത്. അത് താരതമ്യേന ചെറുതാണ്. ഒരു ബോഡിയുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇവരുടെ തല വളരെ ചെറുതാണ്. ഇവരുടെ പൗട്ടിങ്ങും ശരീരപ്രകൃതിയുമായിട്ടൊക്കെ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു തലയാണ് നോർവിച്ച് പോട്ടറിനുള്ളത്. ഇതിൻ്റെ കാലിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യം ബോഡിയുടെ ഒരു സെൻറ്റർ പോർഷനിലായിട്ടായിരിക്കും നോർവിച്ചിൻ്റെ കാല് വരിക. സാധാരണ നമ്മൾ പറവയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഒരു പ്രാവിൻ്റെ കണ്ണിൻ്റെ കളറിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നോർവിച്ചിനെ നോക്കുകയാണെങ്കിൽ സാധാരണ നോർവിച്ചിൻ്റെ കണ്ണിൻ്റെ കളർ വരിക ഒന്നെങ്കിൽ ഒരു യെല്ലോ കളറായിരിക്കും, അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും സാധാരണ കളറുള്ള ബേർഡിന് ഒരു നോർവിച്ചിന് വരിക. അതേസമയത്ത് വൈറ്റ് കളറാണ്, അതിൻ്റെ ബോഡിയുടെ കളർ വൈറ്റാണ് കൂടുതലെങ്കിൽ അതിൻ്റെ കളറ് സാധാരണഗതിയിൽ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കണ്ണായിരിക്കും അതിൻ്റെ കണ്ണിൻ്റെ കളറായിട്ട് വരിക. നമുക്ക് നോർവിച്ചിൻ്റെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഊതി വീർപ്പിച്ച് ഇതിൻ്റെ ഒരു പൗട്ടിങ് കൂട്ടി കാണിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബേർഡൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ബേർഡാണ്, അതിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ അത് കുറേയധികം സമയത്തേക്ക് ആ ഒരു നമ്മൾ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന പൗട്ടിങ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് കുറേയധികം സമയം പിടിക്കും. അങ്ങനെ നോർവിച്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അതിന് കുറേയധികം സമയത്തേക്ക് അങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. സാധാരണഗതിയിൽ ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കുറച്ച് ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ ബേർഡ് പെട്ടെന്ന് ആ പൗട്ടിംഗ് ഒക്കെ വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വളരെ ലവ്വിങ് ആയിട്ടുള്ള ബേർഡാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വീർപ്പിച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് കുറേയധികം സമയത്തേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കും.
ഇനി ഇവരുടെ ചിറകിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോഡിയോട് വളരെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ചിറകിൽ വെച്ചിട്ടുണ്ടാകുക. വളരെ ക്ലോസ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാകുക. സാധാരണ പ്രാവ് ചെയ്യുന്ന പോലെ അകത്തിയോ താഴ്ത്തിയോ ഒന്നും ആയിരിക്കില്ല, കൃത്യമായിട്ട് നേരെ ആയിരിക്കും വെച്ചിട്ടുണ്ടാകുക. ടെയിൽ സാധാരണഗതിയിൽ താഴത്ത് മുട്ടുന്നതിനോട് ചേർന്ന് എന്നാൽ മുട്ടാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ടെയിൽ നിൽക്കുന്നത്. ഈ ഒരു ഷേപ്പായിരിക്കും സാധാരണഗതിയിൽ ഇത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും സാധാരണഗതിയിൽ നിൽക്കുക. സാധാരണ ഒരു മീഡിയം മുതൽ ലാർജ് സൈസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഇതൊരു ഇംഗ്ലീഷ് പൗഡറുമായിട്ടൊക്കെ നോക്കിയെന്നാൽ അതിനേക്കാൾ ചെറിയ ബേഡായിരിക്കും. ഒരു 7 കൊല്ലം മുതൽ 10 കൊല്ലം വരെയാണ് ഇതിൻ്റെ സാധാരണഗതിയിലുള്ള ആയുസ് വരുന്നത്. ഇവർക്ക് അത്യാവശ്യം നല്ല സൈസ് ഉള്ള ബേഡാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൗട്ടിങ്ങും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് കേജ് സെറ്റ് ചെയ്ത് നൽകുമ്പോൾ, അതും പ്രധാനമായിട്ടും നമ്മൾ കേജ് സിസ്റ്റത്തിലൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേജ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വലിയ കേജുകൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3, 2.5, 2 എന്ന രീതിയിലെങ്കിലും മിനിമം നമ്മൾ കൊടുക്കണം. അതായത് 3 അടി നീളം, 2.5 അടി വീതി, 2 അടി ഹൈറ്റ് എന്നുള്ളതെങ്കിലും നമ്മൾ മിനിമം ഇവർക്ക് സൈസുള്ള കൂടായിരിക്കണം കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പൗട്ടിങ്ങുള്ള ബേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ബ്രീഡിംഗ് സമയത്ത് കുറച്ചുകൂടെ അറ്റൻഷനും കെയറും ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. മിക്കവാറും ഇവർക്ക് നല്ലൊരു ഫോസ്റ്റർ പാരൻസിനെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇവരുടെ എഗ് എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫോസ്റ്റർ പാരൻസിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കുറച്ച് സൈസുള്ള ബേഡുകളെ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉണ്ടാകുന്ന ചിക്സിന് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വരാനും നല്ല ഫീഡ് കിട്ടാനും ഒക്കെ ഇവരുടെ സൈസിന് പറ്റുന്ന അത്യാവശ്യം നല്ല സൈസുള്ള ബേഡ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ പർട്ടിക്കുലർലി ഈ ബേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബേഡാണ്. ഇവിടെ നിന്നാണ് ശരിക്കും മുഗിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുഗിയും ഇവിടെ ഉണ്ട്. അപ്പോൾ മുഗിയുടെ വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണം എനേബിൾ ചെയ്യണം. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേയധികം ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബേഡ്സിൻ്റെ കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതായത് കുറേയധികം അസുഖങ്ങൾ ബേഡ്സിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യും. അതിനുശേഷമായിരിക്കും മുഗിയുടെ വീഡിയോ ചെയ്യുക. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4-5 വീഡിയോസ് കുറച്ച് എക്സ്പെൻസീവാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് വേണം. വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ബേഡിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ ബേഡിനെ ഒറ്റയ്ക്കിടാൻ നോക്കുക. എല്ലാ പ്രാവുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി അതിനെ ഒറ്റയ്ക്കിടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പുതിയതായിട്ട് ബേഡിനെ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്നാലും മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടോയെന്നോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ നോക്കുന്ന നോട്ടത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ബേഡ്സിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുക. വെച്ചുകൊണ്ടിരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബേഡിനെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഡിസീസിൻ്റെയും മുഗിയുടെയൊക്കെ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെൻസീവായ വീഡിയോസ് ആയിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു.